ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് മിക്ക ആൾക്കാരുടെയും വലിയ ആഗ്രഹവും സ്വപ്നവും ആണ്. പ്രത്യേകിച്ച് ഗ്രാമർ ഇല്ലാതെ സംസാരിച്ചു പഠിക്കുക എന്നത്. എന്നാൽ ഇംഗ്ലീഷിനെ വളരെ സീരിയസ് ആയിക്കൊണ്ട് പഠിച്ചു തുടങ്ങുവാൻ തയ്യാറാകുമ്പോഴേക്കും ഒരു ചോദ്യം വല്ലാതെ നമ്മളെ അലട്ടുന്നത്, ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഇംഗ്ലീഷ് ഗ്രാമർ ആവശ്യമുണ്ടോ, അതോ ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കില്ലേ എന്നിങ്ങനെ തുടങ്ങി ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാകും. ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുവാനായിട്ടുള്ള കാരണം, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആദ്യം ചെയ്യുന്നത് യൂട്യൂബിൽ സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോകളാണ്. ഇങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോകൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും, ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയും എന്ന് പറഞ്ഞ് നിരവധി വീഡിയോകൾ. ചിലർ പറയുന്നു ഇംഗ്ലീഷ് ഗ്രാമർ വേണ്ട, മറ്റു ചിലർ പറയുന്നു ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണം. യഥാർത്ഥത്തിൽ ഇതിൽ ഏതാണ് സത്യം? ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണോ അതോ വേണ്ടയോ? ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുവാൻ കാരണം നമ്മൾ കണ്ട വീഡിയോകളിൽ നിന്നും കിട്ടിയ വിവിധ ഇൻഫർമേഷനുകൾ ആണെന്ന് ഞാൻ വ്യക്തിപരമായി കരുതുന്നു. ഇത്തരത്തിൽ കൺഫ്യൂഷൻ ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണോ അതോ വേണ്ടയോ എന്നതിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ പോകുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിന് മുമ്പായി നിങ്ങളോട് ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർ അക്കാഡമിയുമായി ബന്ധപ്പെടുക. സ്പോക്കൺ ഇംഗ്ലീഷ് വിത്ത് ഗ്രാമർ, ഗ്രാമർ ഫോർ ടീച്ചേഴ്സ്, പേരൻസിലുള്ള പ്രത്യേക ക്ലാസുകൾ, യൂറോപ്പിലേക്കുള്ള ബസ് ആൻഡ് ട്രക്ക് ഡ്രൈവർമാർക്കുള്ള ആവശ്യമായിട്ടുള്ള ഗ്രാമർ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് തുടങ്ങിയവ നമ്മൾ നടത്തുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുവാനായി അക്കാഡമിയുമായി ബന്ധപ്പെടാവുന്നതാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഗ്രാമർ ഇല്ലാതെ സംസാരിക്കാൻ പറ്റുമോ എന്നതിനെപ്പറ്റി അറിയുവാൻ ആഗ്രഹിക്കുമ്പോൾ അല്ലെങ്കിൽ പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ പ്രധാനമായി 10 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. എന്നിട്ട് തീരുമാനിക്കുക, ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഞാൻ ഗ്രാമർ പഠിക്കണോ അതോ വേണ്ടയോ എന്ന്. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ പ്രായം. ഇപ്പോൾ നിങ്ങളുടെ സാഹചര്യം. ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്താണ് പർപ്പസ് ചെയ്യുന്നത്, നിങ്ങളുടെ പഠന കേപ്പബിലിറ്റി, ഇവയെക്കുറിച്ച് ഉത്തമ ബോധ്യം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം എന്നത്, എന്താണ് മലയാള ഭാഷയെന്നും എന്താണ് ഇംഗ്ലീഷ് ഭാഷയെന്നും അറിഞ്ഞിരിക്കണം. മൂന്നാമത്തെ കാര്യം, ചില ഡെയിലി സെൻറ്റൻസുകൾ കാണാതെ പഠിച്ചാൽ, അതായത് മനഃപ്പാഠമാക്കി പഠിച്ചാൽ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കുവാൻ കഴിയുമോ. നാലാമത്തെ കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് അത്യാവശ്യം കോൺഫിഡൻസ് ആയി അതിനുശേഷം ഏതൊക്കെ ഇടങ്ങളിലാണ് ഉപയോഗിക്കുവാൻ സാധ്യതയുള്ളത്. അഞ്ചാമത്തെ കാര്യം, ഗ്രാമർ ഇല്ലാതെ സംസാരിക്കുന്നത് എവിടെ. ആറാമത്തെ കാര്യം, ഗ്രാമർ ഇല്ലാതെ സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഏഴാമത്തെ കാര്യം, ഇനി ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമോ. എട്ടാമത്തെ കാര്യം, എന്താണ് ഗ്രാമർ. ഒൻപതാമത്തെ കാര്യം, ഞാൻ എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങണം. പത്താമത്തെ കാര്യം, പ്രാക്ടീസ്. ഇവ നമുക്ക് ഓരോന്നും ബ്രീഫായി മനസ്സിലാക്കിയെടുക്കാം. ഒന്നാമത്തെ കാര്യം എന്നത്, ഇംഗ്ലീഷ് പഠിക്കുവാൻ പോകുന്ന ആളുടെ നിലവിലെ പ്രായം, സാഹചര്യം, ഇംഗ്ലീഷ് പഠിക്കുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ പർപ്പസ്, നിങ്ങളുടെ ഇംഗ്ലീഷ് കേപ്പബിലിറ്റി, ഇവയെക്കുറിച്ച് ബോധ്യമുണ്ടാവണം. ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, കുഞ്ഞു കുട്ടികൾ മലയാളം സംസാരിച്ച് തുടങ്ങിയത് എങ്ങനെയാണ് എന്ന പിക്ചറോട് കൂടിയാണ്. കുഞ്ഞു കുട്ടികൾ മലയാളം സംസാരിച്ച് തുടങ്ങിയത് ചില കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഇതൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെയെങ്കിൽ കുഞ്ഞു കുട്ടികൾ മലയാളം സംസാരിച്ച് തുടങ്ങിയതുപോലെ എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പറ്റുമോ? ആക്ച്വലി ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? കുഞ്ഞു കുട്ടികൾ മലയാളം സംസാരിച്ച് പഠിക്കുന്നതിന് അല്ലെങ്കിൽ പഠിച്ചതിന് കാരണം അവരുടെ കുഞ്ഞു മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ചിന്തയിൽ ഒരു ഭാഷ അക്വയർ ചെയ്യുവാനായിട്ടുള്ള മൈൻഡ് സെറ്റാണ് ഉള്ളത്. കൂടാതെ വേറെ ഘടകങ്ങളുമുണ്ട്. എങ്കിലും മൈൻഡ് സെറ്റാണ് പ്രാധാന്യം. എന്നാൽ ഈ മൈൻഡ് സെറ്റാണ് എനിക്കുള്ളത് എന്ന് വെച്ച് 16 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആളുകൾ ഇംഗ്ലീഷ് ഭാഷയെ കാണരുത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവർക്ക് പഠനവുമായി ബന്ധമുള്ളത് കൊണ്ട് ഒരു പരിധിവരെ മിക്കവരിലും ഇംഗ്ലീഷ് പഠനം വിജയിക്കും. എന്നാൽ വിദ്യാഭ്യാസത്തിന് ശേഷം ഗ്യാപ്പ് ഉള്ളവർക്ക് പൊതുവെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുക എന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. 16 വയസ്സ് മുതൽ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് എല്ലാ സബ്ജക്റ്റുകളും പഠിക്കണം. അതിൽ കുറച്ച് സബ്ജക്റ്റുകൾ ആണെങ്കിൽ പഠിച്ചെടുക്കുവാൻ വളരെ പ്രയാസവുമാണ്. എക്സാം പാസ്സാകണം. എക്സാം പാസ്സാകുന്നതിന് വേണ്ടി
വീട്ടിൽ നിന്നുമുള്ള പ്രഷർ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാകും ഈ ഒരു പ്രായം കടന്നു പോകുന്നത്. ഇനി +2 ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി എന്നിങ്ങനെ പഠിക്കുന്നവർക്കും സബ്ജക്റ്റുകളെല്ലാം പഠിക്കണം. കൂടാതെ ലാബ്, പ്രൊജക്റ്റ്, അസൈൻമെന്റ്, എക്സാം പാസ്സാകണം. കൂടാതെ സ്പോർട്സ് പോലുള്ള മറ്റ് ആക്ടിവിറ്റികളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിലും പങ്കെടുക്കണം. കൂടാതെ എക്സാം, ഫ്യൂച്ചർ, ഹയർ സ്റ്റഡി എന്നിവയെ പറ്റി പറഞ്ഞ് ഫാമിലിയുടെ ഭാഗത്തു നിന്നുമുള്ള പ്രഷർ മറ്റൊരു രീതിയിലും. ഇത്തരം കാര്യങ്ങൾ ഉള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് താങ്ങാവുന്നതിന് അപ്പുറം ആയിരിക്കും. കുഞ്ഞു കുട്ടിയുടെ മൈൻഡ് സെറ്റോടുകൂടി ഇംഗ്ലീഷ് ഭാഷ പഠിക്കുക എന്നത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത്തരം സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ പ്രത്യേക സമയം കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇനി അടുത്ത ഏജ് ഗ്രൂപ്പിലേക്ക് പോയാൽ പഠനശേഷം ഒരു ജോലിയുടെ പ്രഷർ, വിവാഹം, കുടുംബം, കുഞ്ഞുങ്ങൾ, ഫാമിലി റെസ്പോൺസിബിലിറ്റി, സാമ്പത്തികം, പുതിയ ബിസിനസ് എന്നിങ്ങനെ പലവിധ കാര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് പലർക്കും ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നത് പ്രയാസമുള്ള കാര്യമായിരിക്കും. അതിന് കാരണം വിദ്യാഭ്യാസത്തിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ ഉള്ള വ്യക്തികൾക്ക് ഒരിക്കലും കുഞ്ഞു കുട്ടിയുടെ മൈൻഡ് സെറ്റ് എത്ര ശ്രമിച്ചാലും ആയിത്തീരുകയില്ല. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രായം, നിലവിലെ സാഹചര്യം, നിങ്ങളുടെ ലക്ഷ്യം, റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ കാര്യങ്ങൾ സ്വയം വിലയിരുത്തി ഗൈഡൻസ്, പ്രാക്ടീസ് എന്നിവയില്ലാതെ കുഞ്ഞു കുട്ടികൾ എങ്ങനെയാണ് മലയാളം സംസാരിച്ച് പഠിച്ചതെന്ന് വിചാരിച്ച് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിച്ചാൽ 4 മാസം കൊണ്ടോ അല്ലെങ്കിൽ 6 മാസം കൊണ്ടോ ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ കഴിവുള്ള വ്യക്തിയാണ് നിങ്ങൾ എങ്കിൽ ചിലപ്പോൾ 1.5 വർഷമോ 2 വർഷമോ എടുത്തേ നിങ്ങൾ ധൈര്യത്തോടു കൂടി യാതൊരുവിധ തടസ്സവും കൂടാതെ സ്പോണ്ടേനിയസ് ആയി സംസാരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഈ സത്യം നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ അറിഞ്ഞിരിക്കുക. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഓവർകം ചെയ്ത് കൃത്യമായ ഗൈഡൻസോടും പ്രാക്ടീസോടും നിശ്ചയദാർഢ്യത്തോടും നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയും. രണ്ടാമത്തെ കാര്യം, മലയാള ഭാഷയുടെയും ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെയും ഘടനയും സിഗ്നിഫിക്കൻറ്റും എന്താണെന്ന് അറ്റ്ലീസ്റ്റ് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും മലയാളത്തിൻ്റെ. മലയാളികൾക്ക് തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകൾ സംസാരിക്കുവാൻ അല്ലെങ്കിൽ പഠിച്ചെടുക്കുവാൻ ബുദ്ധിമുട്ട് ഉണ്ടാകാറില്ല. അതിന് കാരണം മലയാളം സംസാരിക്കുന്ന ഒരു വ്യക്തി അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തമിഴ് ഭാഷ സംസാരിക്കുവാൻ കഴിയും. തമിഴ് ഭാഷ അറിയാവുന്ന ഒരാൾക്ക് കന്നഡ ഭാഷ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. അതുപോലെ തന്നെ മലയാളത്തിലെ ചില വാക്കുകളെ ചെറിയ മാറ്റം വരുത്തിയാൽ മതി കന്നഡ പഠിച്ചെടുക്കാം. കന്നഡ അറിയാവുന്ന ഒരാൾക്ക് തെലുങ്കും തമിഴും പഠിച്ചെടുക്കുവാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആന്ധ്രാപ്രദേശ്, തെലങ്കാന ഭാഗങ്ങളിൽ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് ഹിന്ദിയും കന്നഡയും പഠിച്ചെടുക്കുവാൻ കഴിയും. പറഞ്ഞു വന്നതിൻ്റെ സാരം, മലയാളം, തമിഴ്, കന്നഡ, തെലുഗു ഭാഷകൾക്ക് തമ്മിൽ ഒരു പരസ്പര ബന്ധം ഉണ്ട്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ ഭാഗങ്ങളിൽ ഉള്ളവർ 3-4 ഭാഷകൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്നത്. അല്പം ശ്രദ്ധ കൊടുത്താൽ ഏതൊരു മലയാളിക്കും തമിഴ്, കന്നഡ, തെലുഗു ഭാഷകൾ പഠിച്ചെടുക്കുവാൻ കഴിയും. ഉദാഹരണമായി അവിടെ എന്നതിന് തമിഴിൽ അങ്കെ, കന്നഡയിൽ അല്ലി, തെലുഗുവിൽ അക്കട. ഇതുപോലെ നിരവധി മലയാള വാക്കുകൾക്ക് തമിഴ്, കന്നഡ, തെലുങ്ക് വാക്കുകളുമായി ഏറെക്കുറെ സാമ്യമുണ്ട്. അതുകൊണ്ടാണ് മലയാളികൾ തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകൾ സംസാരിക്കുവാൻ കഴിയുന്നത്. മലയാളികൾ ഹിന്ദി ഭാഷ പെട്ടെന്ന് പഠിക്കുന്നതിന് കാരണം ഒരു വിദ്യാർത്ഥി ചെറിയ ക്ലാസ് മുതൽ സംസ്കൃത ഭാഷ ഒരു സബ്ജക്റ്റായി പഠിക്കുന്നുണ്ട്. സംസ്കൃത ഭാഷയ്ക്കും കട്ടിയുള്ള മലയാള വാക്കുകൾക്കും, അതായത് പ്യുവർ മലയാളത്തിനും അഭേദ്യമായ ബന്ധമുണ്ട്. പ്യുവർ മലയാളം പഠിച്ച് ശീലിച്ച അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്ക് സംസ്കൃതം യൂസ് ചെയ്യുവാൻ പ്രയാസം തോന്നാറില്ല. കാരണം സംസ്കൃതത്തിലെ ചില കാര്യങ്ങൾ മനസ്സിലാക്കി കട്ടിയുള്ള മലയാള വാക്കുകൾ അതിനോട് ചേർത്ത് ഉപയോഗിച്ചാൽ സംസ്കൃതം വളരെ ഈസിയായി പറയുവാൻ കഴിയും. അതുപോലെ തന്നെ ഹിന്ദിയും കട്ടിയുള്ള മലയാള വാക്കുകൾ അല്ലെങ്കിൽ അത്യാവശ്യം സംസ്കൃതം പഠിച്ച ഒരാൾക്ക് ഹിന്ദിയിലെ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഹിന്ദി സംസാരിക്കുവാൻ പഠിച്ചെടുക്കുന്നതിൽ പ്രയാസം തോന്നാറില്ല. അതായത് കട്ടിയുള്ള മലയാള വാക്കുകൾക്കും സംസ്കൃതത്തിനും ഹിന്ദി ഭാഷയുമായി ഒരു കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഹിന്ദിയും കട്ടിയുള്ള മലയാള വാക്കുകൾ അല്ലെങ്കിൽ അത്യാവശ്യം സംസ്കൃതം പഠിച്ച ഒരാൾക്ക് ഹിന്ദിയിലെ ചില അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഹിന്ദി സംസാരിക്കുവാൻ പഠിച്ചെടുക്കുന്നതിൽ പ്രയാസം തോന്നില്ല. അതായത് കട്ടിയുള്ള മലയാള വാക്കുകൾക്കും സംസ്കൃതത്തിനും ഹിന്ദി ഭാഷയുമായി ഒരു കണക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ചെറുപ്രായം മുതൽ അത്യാവശ്യം കട്ടിയുള്ള മലയാള വാക്കുകളും
അത്യാവശ്യം സംസ്കൃത ഭാഷയും ഉപയോഗിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് ഹിന്ദി ഭാഷ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കുവാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ മലയാള ഭാഷയും തമിഴ്, കന്നഡ, തെലുങ്കു, ഹിന്ദി എന്നിവ തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം ഈ ഭാഷകളിൽ പോലും കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് മലയാളികൾ ഈ ഭാഷ പഠിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ട് തോന്നാത്തത്. അല്ലാതെ മലയാള ഭാഷ വളരെ ടഫായിട്ടുള്ള ലാംഗ്വേജ് ആണ്, അതുകൊണ്ട് മലയാളികൾക്ക് ഏതൊരു ഭാഷയും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയും എന്ന് റോങ് മോട്ടിവേഷൻ കേട്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിച്ചതും പിന്നീട് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചു തുടങ്ങിയപ്പോൾ ഇംഗ്ലീഷ് ടഫായി തോന്നിയതും അവസാനം ഗ്രാമറാണ് കുഴപ്പമെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിക്കുകയും സ്വയം ന്യായീകരിക്കുകയോ ചെയ്യുന്നതിന് പ്രധാന കാരണങ്ങൾ ഒന്നായി സംഭവിക്കുന്നത്. പിന്നീട് നമ്മൾ റോങ് ആയിട്ടുള്ള മോട്ടിവേഷനുകളെ പറ്റി ഡീറ്റെയിൽ ആയി പഠിക്കുന്നത്. പറഞ്ഞു വന്നതിൻ്റെ സാരം, മലയാളത്തിന് ഇത്തരത്തിലുള്ള ഒരു ഭാഷാ ബന്ധത്തിൻ്റെ കാര്യം മനസ്സിലാക്കാതെ മലയാളികൾ എല്ലാ ഭാഷകളും പെട്ടെന്ന് പഠിക്കും എന്ന ആശയം എടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഇംഗ്ലീഷ് ഭാഷയെ കാണുവാനോ പഠിക്കുവാനോ ശ്രമിക്കരുത്. അതെല്ലാം മറിച്ച് ഒരു മലയാളിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ലാംഗ്വേജുകളായ ജർമ്മൻ, ഫ്രഞ്ച് എന്നിങ്ങനെയുള്ള ഭാഷ ഇതേ ലാഘവത്തോടെ പഠിച്ചു നോക്കുക. അപ്പോൾ അറിയാം ഒരു ഫോറിൻ ലാംഗ്വേജ് പഠിക്കുന്നതിൻ്റെ റിസ്ക്കും അതുപോലെ തന്നെ മലയാളിയുടെ ശരാശരി കപ്പാസിറ്റിയും. അതുകൊണ്ട് മലയാളികൾക്ക് എല്ലാ ഭാഷകളും കൈകാര്യം ചെയ്യുവാൻ കഴിവുണ്ട് എന്ന മോട്ടിവേഷൻ കേട്ട് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിച്ചാൽ 4 മുതൽ 6 മാസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുവാൻ കഴിവുള്ള ആളാണ് നിങ്ങളെങ്കിൽ ഇത്തരം മോട്ടിവേഷനുകൾ ഫോളോ ചെയ്താൽ 1 വർഷമോ 2 വർഷമോ അതിൽ കൂടുതലോ വർഷങ്ങൾ എടുത്ത് ഇംഗ്ലീഷ് പഠിച്ചെടുക്കൂ. മൂന്നാമത്തെ കാര്യം, ഗ്രാമർ ഇല്ലാതെ ഡെയിലി യൂസ് ചെയ്യുന്ന ചില ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ കാണാതെ പഠിച്ചാൽ ഇംഗ്ലീഷ് അനായാസം സംസാരിക്കാം എന്ന് പറയാറുണ്ട്. ഇതിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ? ഈ സെൻറ്റൻസുകൾ പഠിച്ചാൽ ഇംഗ്ലീഷ് ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കുവാൻ കഴിയുമോ? ഡെയിലി യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ പഠിച്ച് ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു ഫ്ലോ അതുപോലെ ഒരു ടോണും ഉണ്ടാകും. ഇങ്ങനെ പഠിച്ചു വരുന്ന രീതിയിലാകും നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുവാൻ ശ്രമിക്കുന്നതും തിരിച്ചും മറ്റൊരാളിൽ നിന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നതും. എന്നാൽ നിങ്ങൾ സംസാരിക്കുന്ന വ്യക്തി നിങ്ങൾ പഠിച്ചു വെച്ച അല്ലെങ്കിൽ പ്രതീക്ഷിച്ച രീതിയിൽ അല്ല, മറ്റൊരു ഫ്ലോയിലോ ടോണിലോ ആണ് നിങ്ങളോട് സംസാരിക്കുന്നത് എങ്കിൽ ആ വ്യക്തി പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാകാതെ വരികയും ചില സെക്കൻഡുകൾ ഇദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് വിചാരിച്ച് മൈൻഡ് ബ്ലാങ്ക് ആകുന്ന അവസരങ്ങളിൽ ഇദ്ദേഹം പറഞ്ഞ സെൻറ്റൻസിലെ 1-2 വാക്കുകളിൽ ശ്രദ്ധ പോയിട്ട് ആ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ ഊഹിച്ച് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ ഔട്ട് ഓഫ് ടോപ്പിക്കായി പോകുന്നത്. ഡെയിലി യൂസ് സെൻറ്റൻസുകൾ കാണാതെ പഠിക്കുന്നവരിൽ കണ്ടുവരാറുള്ള പ്രധാന പ്രശ്നമാണ് ഇത്. അതുകൊണ്ടാണ് കൃത്യമായ രീതിയിൽ ഇംഗ്ലീഷ് മനസ്സിലാക്കാത്തതിനാൽ അല്ലെങ്കിൽ പഠിക്കാത്തതിനാൽ ഇൻ്റർവ്യൂവിനും IELTS, OET, UKVA തുടങ്ങിയ കോഴ്സുകളിൽ സ്പീക്കിംഗിൽ പ്രതീക്ഷിച്ച നിലവാരം പുലർത്തുവാൻ കഴിയാതെ വരുന്നത്. തുടക്കത്തിൽ ഡെയിലി യൂസ് സെൻറ്റൻസുകൾ പഠിച്ച് ഉപയോഗിക്കുവാൻ ശ്രമിക്കുന്നവർ ഒരു പക്ഷേ അവരുടെ പ്രയത്നം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിച്ചേക്കാം. പക്ഷേ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ പറയുമ്പോഴോ കേൾക്കുമ്പോഴോ ചില ഡൗട്ടുകൾ അവരെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുവാൻ സജസ്റ്റ് ചെയ്യാത്തത്. 4ാമത്തെ കാര്യം, സ്പോക്കൺ ഇംഗ്ലീഷ് പഠിച്ച് അത്യാവശ്യം കോൺഫിഡൻസായി അതിനുശേഷം ഏതൊക്കെ ഇടങ്ങളിലാണ് ഉപയോഗിക്കുവാൻ സാധ്യതയുള്ളത്. സാധാരണഗതിയിൽ സിറ്റി അർബൻ ഏരിയകളെ ബേസ് ചെയ്താണ് ഇംഗ്ലീഷ് അധികവും ഉപയോഗിക്കുന്നതായി കണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ പഠിച്ച് ഒരു ലെവലിൽ എത്തുമ്പോൾ കൂടുതലായി യൂസ്ഫുൾ ആകുന്നത് സിറ്റി അർബൻ ഏരിയകളെ ബേസ് ചെയ്ത് ജോലി ചെയ്യുമ്പോഴോ മറ്റ് ഇംഗ്ലീഷ് കൺട്രികളിലോ ജോലി ചെയ്യുമ്പോഴാണ്. ഇത്തരം സ്ഥലങ്ങളിലാണ് കൂടുതലും ഇംഗ്ലീഷ് പ്രോപ്പറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. 5ാമത്തെ കാര്യം, ഗ്രാമർ ഇല്ലാതെ സംസാരിക്കുന്നത് എവിടെ എന്ന് നോക്കാം. മിഡിൽ ഈസ്റ്റ് കൺട്രികളിൽ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന മിക്ക ആൾക്കാർക്കും അറിയാം എങ്ങനെയാണ് അവിടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് എന്ന്. ഇവിടങ്ങളിൽ ഗ്രാമറിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ബോധേഡ് അല്ല. 2 പേർ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കണം, അത്രമാത്രം അവിടെ കണക്കാക്കുന്നുള്ളൂ. ഇതിൽ രസകരമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ പ്രത്യേകിച്ചും മിക്ക മലയാളികൾക്കും അറിയാം ഞാൻ പറയുന്നത് യഥാർത്ഥ ഇംഗ്ലീഷ് അല്ല അല്ലെങ്കിൽ അദ്ദേഹം പറയുന്ന യഥാർത്ഥ ഇംഗ്ലീഷ് അല്ല എന്നത്.
ഇവിടെ ഇക്കാര്യം പല രീതിയിലാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നതും ഉച്ചരിക്കുകയും ചെയ്യുന്നത്. മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗൾഫ് കൺട്രികളിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയാം ഇംഗ്ലീഷ് ഭാഷയ്ക്ക് എത്രമാത്രം പ്രാധാന്യം ഉണ്ട് എന്നും ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഗ്രാമർ ആവശ്യമുണ്ടോ എന്നും. ചുരുക്കി പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗ്രാമറിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യം അവർക്ക് ഉണ്ട്. ആറാമത്തെ കാര്യം, ഇംഗ്ലീഷ് ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഒരാൾ നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾ ഇന്നലെ വന്നോ? ഞാൻ ഇന്നലെ വന്നു എന്ന് മറുപടി പറയുന്നു. ഇനി നമുക്ക് നമ്മുടെ മൈൻഡിൽ ഞാൻ ഇന്നലെ വന്നു എന്നതാണ് ചിന്തിച്ചതും മറുപടി പറഞ്ഞതും. ഇനി നമുക്ക് ഗ്രാമർ ഇല്ലാതെ ഞാൻ ഇന്നലെ വന്നു എങ്ങനെ പറഞ്ഞു നോക്കാം എന്ന് ശ്രമിക്കാം. അതിനായി നമുക്ക് നീ ഇന്നലെ വന്നോ എന്ന ചോദ്യത്തെ ഗ്രാമർ ഇല്ലാതെ 5 രീതിയിൽ എങ്ങനെയാണ് സംസാരിക്കുന്നതെന്ന് നോക്കാം. ഈ സംസാരം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മിഡിൽ ഈസ്റ്റ് ആൻഡ് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഇടയിലാണ്. ഈ പറയുന്ന കാര്യം ഗൾഫ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാകും. നമുക്ക് ഇവ ഓരോന്നായി ചിന്തിച്ച് നോക്കാം. ഒന്നാമതായി, നീ ഇന്നലെ വന്നു. അപ്പോൾ ഉത്തരം കം യെസ്റ്റർഡേ, ഇന്നലെ വന്നു. ആക്ച്വലി കം എന്നത് വരുന്നു എന്നാണ് അർത്ഥം. യെസ്റ്റർഡേ എന്നത് ഇന്നലെ എന്നും. കം യെസ്റ്റർഡേ എന്ന യഥാർത്ഥത്തിൽ ഇന്നലെ വരുന്നു അല്ലെങ്കിൽ വരുന്നു ഇന്നലെ എന്നാണ് അർത്ഥമാക്കുന്നത്. ഇവിടെ ചോദ്യകർത്താവിന് കാര്യം പിടികിട്ടി. കം യെസ്റ്റർഡേ എന്നാൽ ഞാൻ ഇന്നലെ വന്നു എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന്. രണ്ടാമത്തെ കാര്യം, നീ ഇന്നലെ വന്നു. കമ്മിങ് യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ് കമ്മിങ് യെസ്റ്റർഡേ, ഇന്നലെ വന്നു. വാസ്തവത്തിൽ കമ്മിങ് എന്നത് വരികയാണ് എന്നർത്ഥം. യെസ്റ്റർഡേ എന്നത് ഇന്നലെ. ഇദ്ദേഹം പറഞ്ഞത് കമ്മിങ് യെസ്റ്റർഡേ, വരികയാണ് ഇന്നലെ അല്ലെങ്കിൽ ഇന്നലെ വരികയാണ്. ഇവിടെ ചോദ്യകർത്താവിന് കാര്യം പിടികിട്ടി. കമ്മിങ് യെസ്റ്റർഡേ എന്നത് ഇന്നലെ വന്നു എന്ന അർത്ഥത്തിലാണ് ഇദ്ദേഹം പറഞ്ഞത് എന്ന്. മൂന്നാമത്തെ ഉദാഹരണം, നീ ഇന്നലെ വന്നു. ഐ കമ്മിങ് യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ കമ്മിങ്, ഞാൻ ഇന്നലെ വന്നു. ആക്ച്വലി ഐ കമ്മിങ് യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ കമ്മിങ് എന്നത് ഞാൻ ഇന്നലെ വരികയാണ് എന്നാണ് അർത്ഥം. എന്നാൽ ഈ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിന് മനസ്സിലായി ഐ കമ്മിങ് യെസ്റ്റർഡേ എന്നതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലെ വന്നു എന്ന അർത്ഥത്തിലാണ് എന്ന്. കൂടാതെ നാലാമതായി, നീ ഇന്നലെ വന്നോ എന്ന ചോദ്യത്തിന് ഐ കം എന്നും പറയും. ആക്ച്വലി ഐ കം എന്നതിൻ്റെ അർത്ഥം ഞാൻ വരുന്നു എന്നാണ്. എന്നാൽ ചോദ്യകർത്താവിന് മനസ്സിലായി ഐ കം എന്നത് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഞാൻ ഇന്നലെ വന്നു എന്ന അർത്ഥത്തിലാണ് എന്ന്. അഞ്ചാമതായി, നീ ഇന്നലെ വന്നു. ഐ ആം കമ്മിങ്, ഞാൻ വന്നു. ആക്ച്വലി ഐ ആം കമ്മിങ് എന്നാൽ ഞാൻ വരികയാണ് എന്നാണ് അർത്ഥം. എന്നാൽ ചോദ്യകർത്താവിന് ഞാൻ ഇന്നലെ വന്നു എന്ന അർത്ഥത്തിലാണ് ഐ ആം കമ്മിങ് എന്ന് ഇദ്ദേഹം പറഞ്ഞതെന്ന് മനസ്സിലായി. ഇപ്പോൾ നമ്മൾ എത്ര രീതിയിൽ പറഞ്ഞു? അതായത് ഇന്നലെ വന്നോ എന്നതിന് ഉത്തരമായി പറഞ്ഞത് കം യെസ്റ്റർഡേ, കമ്മിങ് യെസ്റ്റർഡേ, ഐ കമ്മിങ് യെസ്റ്റർഡേ, ഐ കം, ഐ ആം കമ്മിങ് യെസ്റ്റർഡേ എന്നിങ്ങനെ 5 രീതിയിൽ ഗ്രാമർ അല്ലാതെ സംസാരിക്കുന്നതായി കണ്ടുവരാറുണ്ട്. ഇത് അർത്ഥം തന്നെ 5ൽ കൂടുതലായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ നീ ഇന്നലെ വന്നോ എന്ന ചോദ്യത്തിന് ഐ കെയിം യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ കെയിം, ഞാൻ ഇന്നലെ വന്നു എന്നോ ഐ ഡിഡ് കം യെസ്റ്റർഡേ അല്ലെങ്കിൽ യെസ്റ്റർഡേ ഐ ഡിഡ് കം, ഞാൻ ഇന്നലെ വന്നു എന്നതാണ് പ്രോപ്പറായിട്ടുള്ള ഉത്തരം. പ്രോപ്പർ സ്ട്രക്ചറിൽ വേണം ഉത്തരം പറയുവാൻ. ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്ന് വേറെ രീതിയിൽ പഠിച്ച് ഫോളോ ചെയ്ത് ശീലിച്ചാൽ ഇന്നലെ വന്നു എന്നതിന് ഈ 5 രീതിയിൽ കം യെസ്റ്റർഡേ, കമ്മിങ് യെസ്റ്റർഡേ, ഐ കമ്മിങ് യെസ്റ്റർഡേ, ഐ കം, ഐ ആം കമ്മിങ് കൂടാതെ വേറെ രീതിയിലും റോങ് ആയി ഉത്തരം നൽകും. ഇപ്പറഞ്ഞ ഉദാഹരണങ്ങൾ ഗ്രാമർ ഇല്ലാതെ സംസാരിക്കുന്ന ബിഗിനർ ലെവലിൽ ഉള്ളവരിൽ കാണുന്ന പൊതുവായ മിസ്റ്റേക്കുകൾ ഒന്ന് മാത്രമാണ്. ഇനി നമുക്ക് ഗ്രാമർ ഇല്ലാതെ പഠിച്ചു അത്യാവശ്യം കോൺഫിഡൻസ് ആയി സംസാരിക്കുന്ന ഇന്റർമീഡിയറ്റ് ആൾക്കാർ വരുത്തുന്ന മിസ്റ്റേക്കും കൂടെ നോക്കാം. മറ്റൊരാളോട് ചോദിക്കുന്നു, നീ എന്നെ കണ്ടില്ലേ? യു ഡിഡ്ന്റ് സീ മീ. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ പറയുന്നതിൻ്റെ ശൈലി, ടോൺ, ഇവ സംഭവിക്കുന്ന സിറ്റുവേഷൻ ഇവയെല്ലാം മൊത്തത്തിൽ ശ്രദ്ധിച്ചാൽ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിക്കുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും മനസ്സിലാകും. യു ഡിഡ്ന്റ് സീ മീ, നീ എന്നെ കണ്ടില്ലേ? ഇതിനെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ ഒരു കാര്യം നമുക്ക് സ്പഷ്ടമായി മനസ്സിലാകും. യു ഡിഡ്ന്റ് സീ മീ എന്നത് ഒരു ചോദ്യമല്ല, മറിച്ച് പാസ്റ്റ് ഫോമിലുള്ള നെഗറ്റീവ് ആൻസർ മാത്രമാണ്. അല്ലാതെ ഇതൊരു ചോദ്യമല്ല. ആക്ച്വലി നീ എന്നെ കണ്ടില്ലേ എന്ന് ചോദിക്കേണ്ടത് ഡിഡ് യു സീ മീ എന്നാണ്. ഇവയെപ്പറ്റി പിന്നീട് മറ്റൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുവാൻ പഠിച്ചാൽ ബിഗിനേഴ്സ് ആകട്ടെ ഇന്റർമീഡിയറ്റുകാർ ആകട്ടെ ഇത്തരത്തിൽ മിസ്റ്റേക്കുകൾ വരുത്തുവാൻ
സാധ്യത കൂടുതലാണ്. ഇത്തരത്തിലുള്ള മിസ്റ്റേക്കുകൾ കൂടുതലും ഇംഗ്ലീഷ് സംസാരിക്കേണ്ടുന്ന അവസ്ഥ വരുമ്പോൾ ഗൾഫ് കൺട്രികളിൽ കണ്ടുവരാറുള്ള കാര്യമാണ്. ഗ്രാമർ ഇല്ലാതെ ഇത്തരത്തിൽ റോങ് ആയ രീതിയിലാണ് ആൾക്കാർ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ഈ ഒരു ഉദാഹരണം എടുത്തു പറയുവാൻ കാരണം നിങ്ങൾ ഒരു കാര്യം തീർച്ചയായും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ജീവിത വിജയത്തിന് ഇംഗ്ലീഷ് ഒരു പ്രധാന ഘടകം ആണ് എന്ന് മനസ്സിലാക്കിയാൽ തുടക്കത്തിലെ അത്യാവശ്യ ബേസിക് ഇംഗ്ലീഷ് ഗ്രാമറുകൾ മനസ്സിലാക്കി സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക. ചിലരെ സംബന്ധിച്ച് തെറ്റായി പഠിച്ചു ശീലിച്ച് പിന്നീട് തിരുത്തിയെടുക്കുക എന്നത് അവരെ സംബന്ധിച്ചും പഠിപ്പിക്കുന്ന അധ്യാപകനെ സംബന്ധിച്ചും വളരെ റിസ്ക് ആയിട്ടുള്ള ടാസ്ക്കാണ്. ഏഴാമത്തെ കാര്യം എന്നത് നിങ്ങൾ 1 മുതൽ 6 വരെ കേട്ട കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടത് കൃത്യമായ രീതിയിലാണോ എന്ന് ഡിസിഷൻ എടുക്കുക. ഇനി നിങ്ങൾ തീരുമാനിക്കുക, ഞാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ടതിന് ഗ്രാമറോട് കൂടി വേണമോ അതോ ഗ്രാമർ ഇല്ലാതെ പഠിക്കണമോ എന്ന്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ലൈഫിൽ ഒരു ഗ്രേറ്റ് ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് ഇംഗ്ലീഷ് അത്യന്താപേക്ഷിതമാണ് എന്ന് ഉത്തമ ബോധ്യം ഉണ്ടായാൽ ഗ്രാമർ പഠിക്കുക. അല്ലാതെ ഇംഗ്ലീഷ് ഭാഷ പഠിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. ആയതിനാൽ ദിവസവും നിങ്ങൾക്ക് കിട്ടുന്ന ഫ്രീ ടൈമുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ദിവസവും പ്രാക്ടീസ് ചെയ്യുക. അതിന് ഒരു വിട്ടുവീഴ്ചയും പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കും. എട്ടാമത്തെ കാര്യം എന്താണ് ഗ്രാമർ എന്ന് നോക്കാം. ഗ്രാമർ എന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഏതൊരു ഭാഷ എന്നതുപോലെ ഇംഗ്ലീഷിലും വിവിധ സാഹചര്യങ്ങൾ സെൻറ്റൻസുകളായി പറയുമ്പോൾ ആ സെൻറ്റൻസുകൾ രൂപപ്പെടുന്ന ഓർഡറിനെ അല്ലെങ്കിൽ സെറ്റ് ഓഫ് സ്ട്രക്ചർ റൂൾസിനെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. അതായത് വിവിധ സാഹചര്യങ്ങളെ ഒരു സെൻറ്റൻസ് ആക്കി അതിൻ്റെ തുടക്കം മുതൽ ഫുൾ സ്റ്റോപ്പ് വരെയുള്ള ഓർഡറിൽ ആണ് ഗ്രാമർ എന്ന് സിമ്പിളായി മനസ്സിലാക്കേണ്ടത്. ഇവയെ 2 രീതിയിൽ കാണുവാൻ കഴിയും. ഒന്ന് ഫോർമൽ ഇംഗ്ലീഷ് എന്നും 2 ഇൻഫോർമൽ ഇംഗ്ലീഷ് എന്നും. IELTS, OET, UKVA തുടങ്ങിയ കോഴ്സുകൾ ഫോർമൽ ഇംഗ്ലീഷിൻ്റെ പരിധിയിലും സ്പോക്കൺ ഇംഗ്ലീഷ്, നേറ്റീവ് സ്പീക്കിംഗ് ഇവ ഇൻഫോർമൽ ഇംഗ്ലീഷിൻ്റെ പരിധിയിലുമാണ് വരുന്നത്. 9ാമത്തെ കാര്യം എന്നത് എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ച് തുടങ്ങണം എന്നാണ്. ഇംഗ്ലീഷ് നന്നായി പഠിച്ചു തുടങ്ങുവാൻ ഒന്നാമതായി നന്നായി ലിസണിംഗ് പ്രാക്ടീസ് ചെയ്യുക. രണ്ടാമതായി ചെറിയ സ്റ്റോറികൾ, ന്യൂസ് പേപ്പറുകൾ വായിച്ച് റീഡിംഗ് പ്രാക്ടീസ് ചെയ്യുക. മൂന്നാമതായി വായനയിൽ നിന്ന് കിട്ടുന്ന ഇംഗ്ലീഷ് വാക്കുകളെ നിങ്ങളുമായി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ സറൗണ്ടിനെ ബേസ് ചെയ്ത് ചെറിയ ചെറിയ സെൻറ്റൻസുകളായി എഴുതി റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുക. നാലാമതായി ദിവസവും ഗ്രാമർ പ്രാക്ടീസ് ചെയ്യുക. അഞ്ചാമതായി ഇങ്ങനെ നിങ്ങൾ തുടർച്ചയായി കുറഞ്ഞത് 3 മാസം എങ്കിലും കണ്ടിന്യൂസ് ആയി പ്രാക്ടീസ് ചെയ്യുക. ആറാമതായി നിങ്ങൾ ഒരു സ്പീക്കിംഗ് പാർട്ട്ണറിനെയോ അല്ലെങ്കിൽ സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയിലോ ജോയിൻ ചെയ്ത് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യുക. 10ാമത്തെ കാര്യം എന്നത് പ്രാക്ടീസ് പ്രാക്ടീസ് പ്രാക്ടീസ്. പ്രാക്ടീസ് ഇല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുക എന്നത് വളരെ ശ്രമകരമായിട്ടുള്ള കാര്യമാണ്. ഇനി ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമോ എന്ന് സ്വയം ഒരു ഡിസിഷനിൽ എത്തുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം, പണം ഇവ എഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കുന്നത് മൂലം ചില മാസങ്ങൾക്കുള്ളിൽ ഫ്ലുവൻസി കൈവരിക്കുവാൻ സാധിക്കും. ഇപ്പറഞ്ഞ 10 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിക്കുന്നതിന് ഇനി ഞാൻ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കണമോ എന്ന് സ്വയം ഒരു ഡിസിഷനിൽ എത്തുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം, പണം ഇവ എഫക്റ്റീവായ രീതിയിൽ ഉപയോഗിക്കുന്നത് മൂലം ചില മാസങ്ങൾക്കുള്ളിൽ ഫ്ലുവൻസി കൈവരിക്കുവാൻ സാധിക്കും. ഇപ്പറഞ്ഞ 10 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി ഇംഗ്ലീഷ് പഠിക്കുന്നത് ഞാൻ ഗ്രാമർ പഠിക്കണമോ അതോ വേണ്ടയോ എന്ന് സ്വയം ചോദിക്കുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ പരിചയത്തിൽ ഉള്ളവർക്കും കൂടെ ഈ ഒരു ചാനൽ ഷെയർ ചെയ്യുക. നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.